ഹായ്. അപ്പം എല്ലാവർക്കും ഡിച്ചു കിച്ചു വീഡിയോയുടെ ഒരു ന്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളൊരു ട്രിപ്പ് പോവുക. അതായത് ഒരാഴ്ച കൊണ്ട് കഴിയുമ്പോൾ പിള്ളേർ സ്കൂൾ തുറക്കും. അപ്പം പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് പോക്കൊക്കെ ഭയങ്കര പാടാണല്ലോ, ക്ലാസ് മിസ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ആക്ച്വലി വെതർ കാണിക്കുന്നത് ഭയങ്കര വിൻഡിയാന്നാണ് കാണിക്കുന്നത്. നമുക്ക് എത്രത്തോളം നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരിക്കും എന്നറിയില്ല. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ നമ്മൾ ഈ ട്രിപ്പ് പൂർത്തിയാക്കും. ഞങ്ങൾ എവിടെ പോകുന്നത് ഞങ്ങൾ വഴിയേ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ആ മനോഹരമായ കാഴ്ച കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ കാണുവാനായിട്ട് ഞങ്ങളുടെ കൂടെ വരൂ. അപ്പൊ എന്താ നമ്മളിങ്ങനെ മോട്ടോർ വേയിലൂടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല കിലോമീറ്റർ ഉണ്ട് കേട്ടോ. 100 കിലോമീറ്റർ ഇനിയും ബാക്കിയുണ്ട് ഓടാനായിട്ട്. മോട്ടോർ വേ ആയതുകൊണ്ട് നമ്മളിങ്ങനെ നൂറേ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡൊക്കെ നല്ല സൂപ്പറാ കേട്ടോ, നല്ല രസമുണ്ട്. അപ്പം നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ പോരും നമ്മുടെ കൂടെ കേട്ടോ. ഇതാ നമ്മള് നമ്മുടെ സ്ഥലത്തേക്ക് ഏകദേശം അടുത്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഇതുവരെ കാലാവസ്ഥ വലിയ പ്രതികൂലമല്ല, അനുകൂലമായി തന്നെ മുന്നേറുമായിരുന്നു. അപ്പം നമ്മൾ വിശ്വസിക്കുന്നു അവിടെ ചെല്ലുമ്പോഴും നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. ഇവിടം കണ്ടിട്ട് ആർക്കെങ്കിലും ഇത് ഏത് സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നതെന്ന് ഒരു ക്ലൂ കിട്ടിയോ? ഞങ്ങൾ സ്ഥലം ഏതാന്ന് പറയാം. ഇത് സ്ഥലം കോർക്ക്, അയർലൻഡിലെ കൗണ്ടി കോർക്ക്. അവിടെയാണ് ഞങ്ങളിപ്പോൾ. അവിടെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. ഇതാ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലോട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടുന്നുണ്ടോ ഞങ്ങൾ എവിടെയാന്ന്? ഞങ്ങൾ എത്തിയിരിക്കുന്നത് കോർക്കിലുള്ള സൂയിലാണ്, ഫോൾട്ട വൈൽഡ് ലൈഫ് പാർക്ക്. ഓക്കെ, ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. വണ്ടി ഓവർഫ്ലോ ആയി കിടക്കുകയാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബാക്കി കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ ഇനി ടിക്കറ്റ് ഒക്കെ എടുക്കണം. നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണിക്കാം കേട്ടോ. ഒരുപാട് പേരുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ കയറുന്നതിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ക്യൂ നിൽക്കുക കേട്ടോ. Yeah. Thank you. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. നമ്മളിപ്പം 2 അഡൽറ്റ് 2 ചിൽഡ്രൻ എടുത്തിട്ടുണ്ട്. 63 euro ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പതുക്കെ കാഴ്ചകളിലേക്ക് പോവാം. നമുക്ക് വണ്ടിയിലാണേലും പോയി കാഴ്ചകളൊക്കെ കാണാം. കേട്ടോ പിടിച്ചേ. അപ്പം നമ്മൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. ഇതിന്റെ വേൾഡ് ടൂർ ഒന്ന് നോക്കട്ടെ എങ്ങനെയാന്ന്. ഓക്കെ, നമ്മള് നമുക്ക് നോക്കാം, നമുക്ക് നടന്നു നോക്കാം. എന്താ ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണൂന്നേ. അപ്പൊ നമ്മള് നമ്മുടെ ഫസ്റ്റ് ആനിമലിനെ കണ്ടിരിക്കുകയാണ്, ചീറ്റ. ഇതവിടെ വിശ്രമിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങ് കുറച്ച് ദൂരെയാണ്. നമ്മൾ മാക്സിമം സൂം ചെയ്ത് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് ഓസ്ട്രിച്ച്. കണ്ടോ, ഇതിനെയൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചല്ല കേട്ടോ. ശരിക്കും ഓസ്ട്രിച്ച് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ഒട്ടകപ്പക്ഷി. ഓക്കെ, നമ്മുടെ നാട്ടിലെ ഒട്ടകപ്പക്ഷി എന്നല്ല, ഒട്ടകപ്പക്ഷി. ഓക്കെ, നോക്കുന്നു ആരാടാ എന്റെ വീഡിയോ എടുക്കുന്നുള്ള രീതിയിൽ നമ്മളെ നോക്കി പേടിപ്പിക്കുന്നുണ്ട്.
ഇതിങ്ങനെ ഇങ്ങനെ ഏക്കർ കണക്കിന് നീണ്ടു നിവർന്ന് കിടക്കുക കേട്ടോ. ശരിക്കും അത് ഇവര് ഇലക്ട്രിക് കമ്പി വെച്ച് ആദ്യം അതിനെ പ്രൊട്ടക്ട് ചെയ്തേക്കാണ്. ആരും അങ്ങോട്ടും ചെന്ന് അവരിത് ചെയ്യല്ല, അതുപോലെ ഇങ്ങോട്ടും വന്ന് ആരും അതിനെ ആക്രമിക്കാതിരിക്കാനായിട്ട് കേട്ടോ. ഇതന്നെയാണ് യൂറോപ്യൻ ബൈസൺ, കാട്ടുപോത്താന്ന് തോന്നുന്നല്ലോ. അത് അങ്ങേറ്റത്. ഇപ്പൊ നമുക്കത് കുറച്ചും കൂടെ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് എന്താണ് കാണിച്ചു പോന്നു? ഇത് അങ്ങ് അകലെ നിൽക്കുന്ന കുറെ മൃഗങ്ങളെ കണ്ടോ, അതാണ് കാട്ടുപോത്ത്. നിങ്ങൾ നാട്ടിലൊക്കെ ഇതിനെ കണ്ടിട്ടുണ്ടായിരിക്കും, എങ്കിലും ഈ അയർലൻഡിലുള്ളവർക്ക് ഇതൊക്കെ ഒരു നല്ലൊരു കാഴ്ച കേട്ടോ. കാട്ടുപോത്ത്. ദാ അത് മാനല്ല കേട്ടോ, മാനിന്റെ വർഗത്തിൽപ്പെട്ട ഏതോ ഇതാന്ന്. നമുക്ക് അങ്ങോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. അപ്പുറം പോലെ ആൾക്കാരാണ് കേട്ടോ, അയർലൻഡിന്റെ നാനാ ഭാഗത്തു നിന്നും, പല കൗണ്ടികളിൽ നിന്നും. അതുപോലെ തന്നെ കുറെ UK വണ്ടികൾ ഞങ്ങൾ കണ്ടു കേട്ടോ. സത്യം ഒരുപാട് ആൾക്കാരുണ്ട് കാണാനായിട്ട്. ശരിക്കും ഇതിന്റെ ഒരു അറ്റ്മോസ്ഫിയറും ഇതൊക്കെ നല്ല രസമുണ്ട് ശരിക്കും കേട്ടോ. ഇത് കങ്കാരു ആണോ എന്നൊരു സംശയം. ഇതാ അവിടെ ഒരെണ്ണം കിടക്കുന്നു, ഇതാ അവിടെ കിടക്കുന്നു. ശരിക്കും മനസ്സിലാവുന്നില്ല, കങ്കാരു ആണോ എന്ന് മനസ്സിലാവുന്നില്ല നമുക്ക് കേട്ടോ. ആണോടാ? പക്ഷെ ഈ മൃഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇത് ഏതാന്ന് മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യണേ. ഇവിടെ നെയിം ബോർഡ് ഒന്നും വെച്ചിട്ടില്ല, ഇത് എന്താന്നുള്ളതും അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യണം. ഇതാ അതിന്റെ അപ്പുറത്തായിട്ട് നമ്മുടെ കുറെ സീബ്രകൾ നിൽക്കുന്നു. നമ്മുടെ എന്താ കുറെ എണ്ണങ്ങൾ വിശ്രമിക്കുന്നു, കുറെ എണ്ണങ്ങൾ പുല്ല് തിന്നുന്നു. ഇതാ അവിടെയും കുറെ അതിന്റെ ഇടയിൽ പുല്ല് തിന്നുന്നു. നമുക്ക് നോക്കട്ടെ, കുറച്ചും കൂടെ റൗണ്ട് അബൌട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. എന്താ നമ്മുടെ കാട്ടുപോത്തിനെ നമ്മൾ കുറച്ചും കൂടെ അടുത്തു നിന്ന് കാണാൻ പറ്റിയിരിക്കുകയാണ്. അതിന്റെ പുറകിലുള്ളത് എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ. മാൻ പോലെ ഇരിക്കുന്നു, പക്ഷെ അത് എന്തോ സാധനം എന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. പക്ഷെ മാനല്ല, മാനാണെങ്കിൽ കൊമ്പും കാര്യങ്ങളൊക്കെ വരണ്ടാണ്. അതും എന്താ നമുക്ക് മനസ്സിലായില്ല, അറിയാവുന്നവർ കമന്റ് ചെയ്യണം കേട്ടോ. ദാറ്റ് ഈസ് ബൈസൺ. വാട്ട് അബൌട്ട് ദാറ്റ് വൺ? ലാമ? ലീഷ് എന്നങ്ങാണ്ടല്ലേ നമ്മൾ കണ്ട എന്റെ പേര്. അല്ലെങ്കിൽ മനുഷ്യരെ കാണുമ്പോഴത്തേന് അതുങ്ങൾ കുത്താനായിട്ട് ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് ശരിക്കും ഇവിടെ ഭയങ്കര കെയർഫുൾ ആയിട്ടാണ് ഇവരിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇലക്ട്രിക് വയർ വലിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കണക്കിലെടുത്താണ് അവരിത് നിർമ്മിച്ചിരിക്കുന്നത്. എനിവേ ഐ ലൈക്ക് ഇറ്റ്. അതുപോലെ തന്നെ നമ്മളിവിടെ വന്ന് നമ്മൾ കൺഫ്യൂസ്ഡ് ആക്കുന്നില്ല കേട്ടോ. അവര് നമുക്ക് റെക്കമെൻഡഡ് റൂട്ട് നമുക്ക് അവർ പറഞ്ഞു തരുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ കാണിച്ചിരിക്കുന്നുണ്ടോ റെക്കമെൻഡഡ് റൂട്ട്, ദിസ് വേ ദ ഏഷ്യൻ സാനിറ്ററി. അങ്ങോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഹിപ്പോപ്പൊട്ടാമസ്, ലയണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു കേട്ടോ. അതുപോലെ തന്നെ ദാ ഫോറസ്റ്റുകാരുടെ വണ്ടി, അതും ഇതുപോലെ നമ്മളെ ഇടയ്ക്ക് നോക്കാനായിട്ട് ഇത് കണ്ടോ, റെക്കമെൻഡഡ് ആയിട്ടുള്ള അവരുടെ വണ്ടികൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും നമ്മളെ ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. ചെക്ക് മീൻസ് എന്തായാലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കിക്കൊണ്ട് അവർ വണ്ടികൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും കേട്ടോ. നമ്മൾ ശരിക്കും സന്തോഷ് കുളങ്ങരയൊക്കെ പറയുന്ന പോലെ അതാ നമ്മൾ അവിടെ ചെന്നപ്പോൾ ദാണ്ട് നമ്മളെ വാക്കിക്കൊണ്ട് വണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ആ സാഹിത്യപരമായിട്ട് പറയാം. പക്ഷെ എനിക്ക് അത്ര സാഹിത്യപരമായിട്ട് പറയാൻ അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എൻ്റെതായ രീതിയിൽ പറയുകയാണ്. ഇനി നമ്മൾ കയറുന്നത് ഏഷ്യൻ സാനിറ്ററി എന്ന് പറയുന്ന, നമ്മളിപ്പം കണ്ടില്ലേ ലയൺ. അയ്യോ ചെറിയ മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഹലോ ഗായ്സ്, നമ്മൾ കുട പോലും എടുത്തിട്ടില്ല, നമ്മൾ മണ്ടത്തരമാണ് കാണിച്ചത്. കുട എടുക്കാതെ ഇറങ്ങിയേക്കുന്നത്. കൈ കുട ഉണ്ടായിരുന്നു, അത് കുട അവിടെ വെച്ചിട്ട്. എനിവേ ജാക്കറ്റ് ഉണ്ട്, വി ആർ സേഫ്, ബട്ട് ഡിച്ച് ജാക്കറ്റ് എടുത്തില്ല. അപ്പൊ നമ്മൾ ഏഷ്യൻ സാനിറ്ററിയിലേക്ക് കടക്കുകയാണ്. നമുക്ക് ലയൺ, അതുപോലെ തന്നെ പുലി, അതുപോലെ മങ്കി, അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാ ലയണും ലയണിന്റെ കുഞ്ഞുങ്ങളും വിശ്രമിക്കുക കേട്ടോ. യോ എന്ത് തീരെ കുഞ്ഞാ അതിന്റെ അടുത്ത് കിടക്കുന്ന നോക്കിക്കേ, അമ്മയും കുഞ്ഞും. ഈ കമ്പിയുടെ ഇത് വരുന്നോണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു കേട്ടോ. ഐ തിങ്ക് നമുക്ക് അവിടെ ഗ്ലാസ് ഉണ്ട്, ഗ്ലാസ്സിനകത്ത് കാണിക്കാച്ചാ. ഇതാ ഇവിടുന്ന് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
ശരിക്കും കാടിന്റെ ഒരു വൈബ് ഉണ്ടാക്കിയിട്ടാണ് ഇവര് ഇതിനെയൊക്കെ പാർപ്പിച്ചിരിക്കുന്നത് കേട്ടോ. ദാ ചെറിയൊരു കങ്കാരു പാത്ത് കാട്ടിനുള്ളിൽ ഇരിക്കുന്നു കേട്ടോ. ഹലോ സൂപ്പർ സൂപ്പർ. ഐ തിങ്ക് അവിടെ എന്തോ ഉണ്ട് കേട്ടോ, പക്ഷെ സൗണ്ട് ഞാൻ കേട്ടു. റൈനോയുടെ സൗണ്ട് പക്ഷെ കേട്ടു, പക്ഷെ കാണാൻ പറ്റുന്നില്ല. ചിലപ്പം താഴോട്ട് ചെല്ലുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ദാ റൈനോ, ഹിപ്പോപ്പൊട്ടാമസ്. ഇതിനെയൊക്കെ ശരിക്കും ഇത്ര അടുത്ത് കാണുന്നത് ഭയങ്കര ഇതായിട്ട്, റിയലായിട്ട് അടുത്ത് കാണുന്നത് ആദ്യമായിട്ട് കേട്ടോ. പക്ഷെ അത് തിരിയുന്നില്ല കേട്ടോ. അവിടെ എന്തോ തീറ്റി തിന്നുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. ഇതിന്റെ ബാക്ക് സൈഡ്, സോറി ഗൈസ്, നമുക്ക് കാണിക്കാൻ പറ്റുന്നുള്ളൂ. അത് തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു. അതാണോടാ റൈനോയുടെ സൗണ്ട്. ഇതാണ് ഇന്ത്യൻ റൈനോ, കാണ്ടാമൃഗം. കണ്ടോ, അതാ തിരിഞ്ഞു വരുന്നുണ്ട്. ദാ ഇങ്ങോട്ട് നീങ്ങിക്ക്, അപ്പം കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട്. ദാ കാണ്ടാമൃഗം. ഇതിനൊക്കെ ഇത്ര അടുത്ത് കാണാൻ പറ്റുമെന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യം കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെ കൂട്ടിൽ അടച്ചിട്ട് കിളിയെ പോലെ ഇങ്ങനെ ഒരു കൂട്ടിൽ മാത്രം കാണാൻ പറ്റും. ഇതിനൊക്കെ ഇവിടെ കണ്ടോ, ഇത്രയും വിശാലമായ സ്ഥലം അതിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. വെള്ളം കുടിക്കാനും നടക്കാനൊക്കെ ആയിട്ടും വിശാലമായ സ്ഥലങ്ങൾ അതിന് തന്നെ ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ശരിക്കും മനുഷ്യരോട് മാത്രമല്ല മൃഗങ്ങളോടും സ്നേഹമുള്ളവരാണ് ആ ഋഷികാർ. ഇതാ വലിയ സാധനം തിരിഞ്ഞു വരുന്നുണ്ട്. ഇല്ലെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ നീങ്ങുന്ന വെച്ചാൽ ചിലപ്പം കിട്ടും. ഫോട്ടോ എടുക്കുന്നു. ഇതാ കണ്ടോ മൽബറീസ്. അടുത്തുള്ളതെല്ലാം ആൾക്കാർ പിടിച്ചു തോന്നും. ദാ മുകളിലോട്ട് ഇഷ്ടം പോലെ പഴുത്തത് ഇഷ്ടം പോലെയാണ് ഗായ്സ്. വാവ്, സൂപ്പർ സൂപ്പർ. ഇഷ്ടം പോലെ മൾബറീസ് ഉണ്ട് കേട്ടോ. റാസ്ബെറി, ഇവിടുത്തെ ഇത് നമ്മുടെ റൈനോയെ കണ്ടില്ലേ, ആ റൈനോയുടെ ആ കൂടിനോട് ചേർന്ന് കിടക്കുന്നുണ്ട്. അതുങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ സൗകര്യം ഒരുക്കിയിരിക്കുന്ന ചെറിയൊരു തടാകം പോലെ ഉള്ള ശരിക്കും മനോഹരമായ കുറെ തടാകങ്ങളുണ്ട് കേട്ടോ. ശരിക്കും രസമുണ്ട്. ഇതിലൊക്കെ ഇഷ്ടംപോലെ മീനുകളും കാണുമെന്ന് തോന്നുന്നു. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, പക്ഷെ ശരിക്കും ദാ മീനുണ്ടോ എന്ന് സൂക്ഷ്മമായി നോക്കുന്ന എൻ്റെ കിച്ചപ്പൻ. എല്ലാം കണ്ടോ കിച്ചപ്പ? അപ്പൊ നമ്മളെ കങ്കാരുവിനെയും കാണ്ടാമൃഗത്തിനെയും സിംഹത്തിനെയൊക്കെ കണ്ടു. ഇനി നമുക്ക് ടൈഗറിനെ കാണാൻ പോവാം. ടൈഗർ എന്ന് ശരിക്കും ഇത് നല്ല സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് എന്ന് തന്നെ എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ നല്ലൊരു സ്ഥലമാണ്. നമ്മൾ €20 ഒരു അഡൽറ്റിന് കൊടുത്ത് നമ്മൾ കയറിയെന്ന് പറഞ്ഞാലും ശരിക്കും ഇത്രയും മൃഗത്തെയൊക്കെ കാണാനും അടുത്ത് കാണാൻ പറ്റുന്നതൊക്കെ ഭയങ്കര ഒരു നല്ലതാണ് കേട്ടോ. മസ്റ്റ് വാച്ച് പ്ലേസ്. ദാ വലിയൊരു പുലി നമ്മളെ നോക്കിക്കൊണ്ട് കിടക്കുന്നു. നീ ആരാടാ എൻ്റെ വീഡിയോ എടുക്കാൻ എന്നുള്ള രീതിയിൽ ദേഷ്യപ്പെട്ട് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് കണ്ണ് ചിമ്മുന്നുണ്ട്. എന്നാണ്ട് വിശേഷം? സുഖാണോ? കണ്ടോ, നമ്മളെ തന്നെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ആരാടാ എൻ്റെ വീഡിയോ എടുക്കുന്നുള്ള രീതിയിൽ. പിച്ചു പീടിയരുത്. ഇതാ നമ്മുടെ മങ്കിക്കുട്ടന്മാര് പോകുന്നുണ്ടോ?
റെസ്റ്റ് എടുക്കാൻ പോകാൻ തോന്നുന്നു കേട്ടോ. പാവം. ഫീഡ് ചെയ്തിരുന്ന് എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു. മുകളിലോട്ട് നോക്കുന്നുണ്ട്, മരത്തെ വല്ലതും കായ്ച്ചു കിടപ്പുണ്ടോ നോക്കുവാന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലും കാണാൻ കിട്ടുന്ന സാധനമാണ്. കിട്ടിയാൽ കറി വെച്ച് കഴിക്കാനും നല്ല സൂപ്പർ സാധനമാണ്. എന്താ മനസ്സിലായോ? കാട്ടുപന്നി. പാവം, അത് റെസ്റ്റ് എടുക്കുക കേട്ടോ. അത് റെസ്റ്റ് എടുക്കട്ടെ. നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതിനകത്ത് കയറിയാൽ മതി. പക്ഷെ 1 2 3 നടപ്പ് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര മടുപ്പ്, ക്ഷീണം എല്ലാം. അപ്പം ഞങ്ങൾ എന്നാ വിചാരിച്ചു കുറച്ച് വിശ്രമിക്കാൻ പറ്റിയ സ്ഥലമല്ലേ. കിച്ചപ്പൻ പറഞ്ഞു കിച്ചപ്പന്റെ സ്കൂട്ടറിന് പുറകെ അമ്മ കയറി ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ അവന്റെ സ്കൂട്ടറിന്റെ പുറകെ ഞാൻ കയറി ഇരിക്കുകയാണ്. അപ്പോൾ മറിക്കേ. അപ്പൊ ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഞങ്ങൾ സ്കൂട്ടറുകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് പിന്നെയും കാഴ്ചകൾ കാണാൻ സ്കൂട്ടറിൽ പോവാം. അതെന്താണ് സാധനം? അച്ഛാ അതെന്താന്ന് മനസ്സിലായോ അച്ഛാ? എന്തോ ഗിനിയോ? ഗിനിക്കോഴി പോലെ അല്ലേ? ഇവിടെ കുറെ കങ്കാരു ഉണ്ട് കേട്ടോ. അയ്യോ, ആ കങ്കാരിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സാധനം കിടപ്പുണ്ടല്ലോ അച്ഛാ. ഉറങ്ങിക്കിടക്കുന്ന കങ്കാരുവിനെ വിളിച്ചുണർത്തുന്ന അമ്മ. എടീ സമയം നട്ടുച്ചയായി, എണീക്കടി എന്ന് പറഞ്ഞ് മകളെ വിളിച്ചുണർത്തുവാണ് അമ്മ. ഇതുകൊണ്ട് എന്ത് വലിയ താറാവാ. ഒരു ദിവസത്തെ കറിക്ക്, ഒരു ദിവസം ഒരാഴ്ചത്തെ കറിക്ക് ഒരു താറാവ് മതി. രസമുണ്ട് കേട്ടോ. പ്രാവും ആദ്യമായിട്ട് ഈ പ്രാവൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ നീന്തുന്നത് കാണുന്നത്. ഇതിന്റെ കുഞ്ഞുങ്ങളാണോ? പക്ഷെ ഇത് കരയിലും എല്ലാം ഉണ്ട്. രസമുണ്ട്. എന്റെ കയ്യിൽ ഒന്നും ഇല്ല. ബിസ്ക്കറ്റ് വേണോ? ബിസ്ക്കറ്റ് കൊടുക്കാം. നമുക്കേ 2 ബിസ്ക്കറ്റ് കൊടുത്ത് നോക്കാതെ അടുത്ത് വരുമോന്ന് കേട്ടോ. കൈ കാണിക്കടാ. കൈ പിടിച്ചു കൊടുത്ത് നോക്ക്. വരട്ടെ. ഇങ്ങോട്ട് നീ ഇറങ്ങിപ്പോ. ഇങ്ങോട്ട് കയറി നിൽക്കും. ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്ക്. ഈ സൗണ്ട് തന്നെ മതിയല്ലോ. തീറ്റ ഇട്ട് കൊടുക്കുമ്പോ അതുങ്ങൾക്ക് അവിടെ ഒരു സന്തോഷം. എല്ലാം അവിടെ ഇങ്ങനെ ചാടിത്തുള്ളി വരും കേട്ടോ. ഞാൻ ഒരു കിളി വന്ന് എന്റെ കയ്യിൽ നിന്ന് കടിച്ചു. നമ്മുടെ കിച്ചപ്പന് പിന്നെ പക്ഷികളെ ആരെങ്കിലും കണ്ടാൽ വെറുതെ വിടത്തില്ല കേട്ടോ. അതിനെ കണ്ടു കഴിഞ്ഞാൽ അതുങ്ങൾ പോകത്തുമില്ല. ഇതെന്തുവാണ് ഈ സാധനം? എടാ പൊന്നു, ഇതിന്റെ പേര് മനസ്സിലായടാ എന്താണ്? ഗൈസ്, ആർക്കെങ്കിലും ഇതിന്റെ പേര് മനസ്സിലായെങ്കിൽ ഹംബോൾട്ട് പെൻഗ്വിൻ. ഹംബോൾട്ട് പെൻഗ്വിൻ കേട്ടോ. മനസ്സിലായി. ഇത് വേറൊരു തരം പെൻഗ്വിൻ. നമ്മൾ മുമ്പേ കണ്ടത് കരയിലിരിക്കുന്ന പെൻഗ്വിനായിരുന്നു. ഇത് ദേ ഇപ്പം വെള്ളത്തിൽ കിടന്ന് ഇഷ്ടം പോലെ വെള്ളത്തിൽ കളിക്കുന്ന പെൻഗ്വിൻ.
സൂപ്പർ. ഇതിന് ഫീഡിങ് ടൈം 3:30 നോക്കട്ടെ ഗൈസ്, നമുക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമെങ്കിൽ 3:30 സമയത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. ശരിക്കും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ആംബിയൻസ്, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല ഒരു പ്ലേസ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അപ്പം മുമ്പേ പറഞ്ഞ പോലെ എല്ലാവരും മസ്റ്റായിട്ട്, അയർലൻഡിലുള്ള എല്ലാവരും വന്ന് കാണാൻ സാധിക്കുന്നവരെല്ലാവരും വന്ന് കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് പ്ലേസ് തന്നെയാണ് കേട്ടോ. ഇതാ കാഴ്ചകൾ തീർന്നിട്ടില്ല, ഇനിയും മുന്നോട്ടുണ്ട്. നിങ്ങളെ കാഴ്ചകൾ ഒരുപാട് കാണിക്കുന്നതായിരിക്കും കേട്ടോ. കൂട്ടുകാരെ, ഇതെന്താന്ന് മനസ്സിലായോ? നീണ്ട കൊമ്പല്ലല്ലോ, നീണ്ട ചുണ്ടുള്ള ഇതിനെന്താണ് പറയുന്നത്? കൊക്ക്. ഈ അങ്ങോട്ട് വെച്ചാൽ കൊച്ചു ഒരു കുഞ്ഞ താറാവിന്റെ കുഞ്ഞ്. കാല് വേദന കൊടുക്കുന്നു. ഇതാണ്ട് കുരങ്ങിരുന്ന് കളിക്കുന്നടാ. നമ്മുടെ ഉത്ഭവം തന്നെ നമ്മൾ പറയുന്നത് കുരങ്ങന്മാരിൽ നിന്നാണ് മനുഷ്യർ ഉണ്ടായെന്ന്. അപ്പോൾ എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും കുരങ്ങന്മാരെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലേ? ഇതാ കുരങ്ങന്മാരിതാ 3-4 വെള്ളം കുടിക്കാനായിട്ടും വഴക്ക് കുടിക്കാനൊക്കെ ആയിട്ട് എല്ലാം നടക്കുന്നതുണ്ടോ? സൂപ്പർ. അതെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, അതിങ്ങളുടേതായ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ആ വെള്ളം കുടിക്കുന്നുണ്ടോ? ഒരു കൈ അപ്പുറത്ത് പിടിച്ച് താഴെ പോകാതെ ഒരുത്തൻ ചാടി മണ്ടക്കേറി അഭ്യാസം കാണിക്കാൻ തുടങ്ങി. അയ്യോ, കറക്റ്റ് സീനായിരുന്നു ഗായ്സ്. നിങ്ങൾ കണ്ടോ? ഞങ്ങള് കണ്ടു. നീ കണ്ടോ എന്നുള്ള രീതിയിൽ നമ്മളെ തിരിഞ്ഞു നോക്കുന്നു. നീ പോടാ പുല്ലേന്ന് പറഞ്ഞ് നമ്മളതൊക്കെ വിട്ട് നമ്മൾ പിന്നെയും നമ്മള് അടുത്ത മങ്കിമാരിലേക്ക്, നമ്മുടെ നാട്ടിലെ പച്ച ഓന്ത്. പച്ച ഓന്താണ് ഓന്ത് തന്നെ കേട്ടോ. ഈ പച്ചക്കകത്ത് കയറിയത് കൊണ്ട് അതിന്റെ നിറം മാറുന്നേ ഉള്ളൂ. നല്ല അക്വേറിയം കേട്ടോ, നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയേക്കുന്ന അക്വേറിയം. ഇതിനകത്ത് എന്തൊക്കെ മീനുകളുള്ളെന്നുള്ളതിന്റെ ഡിസ്ക്രിപ്ഷന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. കോട്സോവാട്ടോ, റെയിൻബോ ഫിഷ്, പാൻചാറ്റ്സ്, ഈ മീനുകളാണ് അതിനകത്തുള്ളത്. അതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷന് മുകളിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ പായൽ തിന്നുക. ആ മീന് വിശന്നപ്പം ഒക്കെ നമ്മളൊക്കെ നാട്ടിലെ പാറ്റേനെ കണ്ടാൽ കൊല്ലും. ഇവര് കണ്ടോ വലിയ പാറ്റകളെയൊക്കെ പിടിച്ച് സൂക്ഷിക്കും. അതും ചെറിയ പാറ്റകളൊന്നും അല്ല കേട്ടോ, വലിയ പാറ്റകൾ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വിട്ടൽ ടൈപ്പിൽ പെട്ട ഒരു സാധനമാണ് കേട്ടോ. അത് ചെറുതൊന്നുമല്ല, നല്ല വലിയ തന്നെ. ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാ ഇത് കണ്ടോ? ഇങ്ങോട്ട് കാണിച്ചു വെച്ചാൽ ഇതാ ഇത് കണ്ടോ? ഇതിങ്ങനെ എൻ്റെ തല ഇങ്ങനെ ഉണ്ട്, ഇതിങ്ങനെ നീണ്ടി കിടക്കും ഇങ്ങനെ താഴോട്ട്. കണ്ടോ എല്ലാവർക്കും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. കാരണം ഇത് ഗ്ലാസ്സിനകത്തായതുകൊണ്ട് കാണിക്കുന്നതിനകത്തുനിന്ന് എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആകുന്നുണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു മങ്കിയുടെ ഇനത്തിൽ പെട്ടതാണ്. അതെന്തോ അടിച്ചു, എൻ്റെ പേരറിയാവിടെ? അയ്യോ അത് കണ്ടോ, രസമുണ്ട് കേട്ടോ. അത് മാറ്റി നോക്കുന്നു, എല്ലാം കഴിക്കാൻ കിട്ടുമെന്നാന്ന് തോന്നുന്നു. മാറ്റി നോക്കുന്നുണ്ടോ? പക്ഷെ അതിൻ്റെ പേരെനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇതാ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നുണ്ട് കൂട്ടിന്ന് കേട്ടോ. ഇവിടുന്ന് കാണാൻ പറ്റുമോ? ഇത് ഏതോ ഒരു വൈറ്റ് ഫേസ്ഡ് സാക്കി മങ്കി, ഏതോ ഒരു മങ്കിയുടെ ഇനത്തിൽപ്പെട്ട ഒരു ഇത് തന്നെയാണ് കേട്ടോ. തിന്നുന്ന കണ്ടോ? ഓരോ ഫുഡും എടുത്ത് സൂക്ഷ്മമായിട്ട് തിന്നുകൊണ്ടിരിക്കുക. നല്ല രസമായിട്ടാണ് ഇവരുടെ കൂടൊക്കെ ഇവർ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. Seal. All the way back.
അങ്ങനെ നടന്നു വന്നപ്പോൾ ഇവന്മാർക്ക് ഐസ്ക്രീം തിന്നേ മതിയാവും. അപ്പം ഒരു തന്നെ കുക്കീസ് ക്രീം പറഞ്ഞു. നിനക്കേതാ വേണ്ടേ? വാനില ഇല്ല, ട്രിപ്പിൾ ചോക്ലേറ്റ്, സ്ട്രോബെറി, ഗമ്മിന്റെയോ? എനിക്കറിയില്ല. Do you have vanilla? Excuse me, one more. Do you have vanilla? Vanilla. No, we don't. Sorry, no. വാനില ഇല്ല, ഏതാ വേണ്ടേ? ചോക്ലേറ്റ് ആണ് ഇഷ്ടപ്പെട്ടു. ദേ ഐസ്ക്രീം ഒക്കെ മേടിച്ച് ബാക്കി യാത്ര തുടരുക കേട്ടോ. വേണോ നിനക്ക്? ശരിക്കും ഇത് കണ്ടാണല്ലോ നല്ലൊരു കാടിന്റെ അറ്റ്മോസ്ഫിയർ. ശരിക്കും ഞങ്ങൾ എപ്പം നടക്കാൻ ഇറങ്ങിയതാണോ, ഇതുവരെയായിട്ടും ഒരു എൻഡിങ് പോയിന്റ് ആയിട്ടില്ല കേട്ടോ. ഇനിയുണ്ട് കുറേ ദൂരം നടക്കാനായിട്ട്. ശരിക്കും നല്ലൊരു കാടിന്റെ അറ്റ്മോസ്ഫിയർ. കൂടുതൽ ഇതുപോലെ ഓരോ ഐസ്ക്രീമുകൾ ഉണ്ടെങ്കിൽ യാത്ര സൂപ്പർ. You are here. ഒരുത്തൻ നടന്ന് മടുത്തു എന്ന് പറഞ്ഞ പുറകോട്ടായി. ശരിക്കും കുറെ ഉണ്ട് നടക്കാൻ കേട്ടോ, മടുത്തു. എന്താ നമ്മുടെ നാട്ടിലെ പുലിക്കുട്ടൻ. കാട്ടിലോട്ട് കയറി പോവാ. ഇതാ അടുത്ത് പറഞ്ഞ അതിനകത്ത് ഇറങ്ങി വരുന്നു. ഇതാണ് നമ്മുടെ ചീറ്റ. ഇതൊന്നും ഈ പുലിയുടെ വർഗത്തിൽ പെട്ടാന്ന് തോന്നുന്നു. പിന്നെ ആഫ്രിക്കയുടെ ആണോ? ആണ്ട് രണ്ടാമത്തെ കണ്ടോ, ചേട്ടനും അന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക എഴുന്നവരെ പിടിക്കാനായിട്ട്. ചീറ്റ സൂപ്പർ. ആ ഇരിപ്പനെ ഉണ്ട്, പ്രതിമകൾ നിൽക്കുന്ന പോലെ. ആ വീടിന്റെ ഗേറ്റിൽ 2 തൂണയിൽ ഇങ്ങനെ സ്റ്റാച്ചു വെച്ചിരിക്കുന്ന പോലെ. നമ്മള് വീഡിയോ എടുക്കുന്ന കണ്ട് ദേ നമ്മളെ മുന്നോട്ട് വന്നു കേട്ടോ. ഫ്രണ്ട്സിനെ അന്വേഷിച്ച് നടക്കുവാന്ന് തോന്നുന്നു. ശരിക്കും കേട്ടോ വലിയൊരു കാട് പോലെ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. സൂപ്പർ കേട്ടോ, രസമുണ്ട്. നമ്മളിത് ആദ്യം കാണിച്ചപ്പോൾ നിങ്ങളെ കാണിച്ചായിരുന്നു. അപ്പം കുറേ ദൂരത്ത് നിന്നായിരുന്നു ഇതിനെ കാണിച്ചത്. അപ്പം നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ഇതാ ഇപ്പം കുറച്ചും കൂടെ അടുത്ത് നമ്മുടെ നാട്ടിലും കാണാൻ പറ്റും സീബ്ര. ഓക്കെ, കുറേ സീബ്രകൾ ഇങ്ങനെ എന്താ പുല്ല് തിന്നുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. രസമുണ്ട് കേട്ടോ. ഓരോ മൃഗത്തിനും അവരുടേതായ രീതിയിൽ ഓരോ സ്ഥലവും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. മുമ്പ് നമ്മൾ ചീറ്റേനെ കാണുമ്പോൾ ഭയങ്കര കാട് പോലെയായിരുന്നു. ഇപ്പം എന്തേ ഇത് കണ്ടോ, നല്ല പച്ചപ്പുല്ലണിഞ്ഞ നല്ല സ്ഥലം ജിറാഫുകൾക്ക് വേണ്ടി. ജിറാഫല്ല, സീബ്രകൾക്ക് വേണ്ടി. സൂപ്പർ. അത് കണ്ടിട്ട് നല്ല ഒരു ജിറാഫിന്റെ സ്റ്റാച്ചു പോലെ നിങ്ങൾക്ക് തോന്നും. നമുക്കത് സ്റ്റാച്ചു ആണോ ഒറിജിനൽ ആണോ നമുക്ക് അടുത്ത് നിന്ന് നോക്കാം. ബാ. ഓ ഇത് ഓരോന്നിൻ്റെ മുട്ടകളാണ് കേട്ടോ. ഇത് ക്യൂയിൽ നമ്മുടെ കാടമുട്ട, കോൺക്രേറ്റ്, കേർലു, അതെന്താണെന്ന് വെച്ചാൽ ഇതിലെ ക്യൂല്, അതും കാടമുട്ടയുടെ ഇനത്തിൽപ്പെട്ടാണ്. ഇത് പെൻഗ്വിൻ്റെ മുട്ട, ഗൂസ് മുട്ട, ഓസ്ട്രിച്ചിൻ്റെ മുട്ട, താറാവിൻ്റെ മുട്ട, പോച്ചാട്, കേർലു. കൊള്ളാം കേട്ടോ, പലതരത്തിലുള്ള ഇതുണ്ട് അപ്പം കേട്ടോ. ഇതാ കണ്ടോ കുഞ്ഞ് കാടേനെ കണ്ടോ, വെട്ടടിക്കുന്നതുകൊണ്ട് കാണാൻ പറ്റുന്നില്ലയോ? കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ് നിങ്ങൾക്ക്? ഇതാ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഇഷ്ടം പോലെ കാട കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഈ വളർന്നു വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ കാടമുട്ട. ഒരു കാടമുട്ട തിന്നാൽ 100 ആനയുടെ ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. കൊള്ളാം കേട്ടോ, അതിൻ്റെ കുഞ്ഞുങ്ങളായത് കേട്ടോ. അപ്പീർ
ഇത് നമ്മുടെ ഇവിടെ ഈ സാധനത്തിന്റെ ശരിക്കുമുള്ള മലയാളം പേര് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ എഴുതിയിരിക്കുന്നത് ബ്രസീലിയൻ ടാപ്പീർന്ന. ഇതിന്റെ മലയാളത്തിലുള്ള പേര് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ. ഓ, ആനയുടെ തുമ്പിക്കൈ പോലെ തുമ്പിക്കൈ ഒക്കെ ഉണ്ടല്ലേ. ഇതിന്റെ താഴോട്ട് ഇറങ്ങിക്കടാ. ഓ, അങ്ങനെ അത് തീറ്റ തിന്നത് അങ്ങനെയല്ലേ, ആനയുടെ തുമ്പിക്കൈ പോലത്തെ സാധനത്തെ പിടിച്ച്. അപ്പോൾ ഗായ്സ്, ഇവിടെ എല്ലാം ഞങ്ങൾ ചുറ്റി നടന്ന് കണ്ടു. ഞങ്ങളോടൊപ്പം നിങ്ങളെയും ഞങ്ങൾ ആ നല്ല കാഴ്ചകളൊക്കെ കാണിച്ചു. ഇടയ്ക്ക് ഐസ്ക്രീം ഒക്കെ തിന്നു. ഇതാ ഇവന് കാലുവേദനയാന്ന് പറഞ്ഞ് പാവം വിഷമിച്ചിരിക്കുക കേട്ടോ. അപ്പം ഇന്നത്തെ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കിച്ചപ്പ ഇഷ്ടപ്പെട്ടോ? മോൻ കാണാതെ ഒരുപാട് ആനിമൽസിനെ കണ്ടില്ലേ? ഡിച്ചു നീയോ? ഈ സ്കൂളിലൊക്കെ ഇങ്ങനെ ക്ലാസ്സിൽ പുസ്തകത്തിലൊക്കെ നോക്കി പഠിച്ചിരിക്കുന്ന സാധനത്തിനല്ലേ നീ നേരിട്ട് കണ്ടിരുന്നത്? ഇഷ്ടപ്പെട്ടോ നിനക്കോ? മോനും അതല്ലേ? എലിഫന്റ് കണ്ടു. എലിഫന്റ് നമ്മുടെ നാട്ടിൽ പോയപ്പോൾ കണ്ടില്ലേ? പിള്ളേർ എലിഫന്റിനെ കണ്ട. ശരി കേട്ടോ, എലിഫന്റിനെ ഇവിടെ കാണാൻ പറ്റില്ല. അത് നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കാണുന്നു. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ എന്ത് ചെയ്യണം? അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.